വിജയ് ദേവരക്കൊണ്ടയും രശ്മിക മന്ദാനയും തമ്മിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ലവ് ആണെന്ന്. ഇക്കാര്യത്തിൽ ഇരുവരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെങ്കിലും താരങ്ങൾ ഒന്നിക്കുന്ന ഫോട്ടോകൾ സോഷ്യൽ ലോകത്ത് വ്യാപകമായി തന്നെ പ്രചരിക്കുകയൊക്കെ ചെയ്യുന്നുമുണ്ട്. അടുത്തിടെ വിജയുമായുള്ള രശ്മികയുടെ ലഞ്ച് ഡേറ്റ് ഫോട്ടോസ് ഏറെ ശ്രദ്ധയുമൊക്കെ നേടിയിരുന്നു. അതിനുശേഷം റിലേഷൻഷിപ്പിനെ കുറിച്ച് രശ്മിക മന്ദാന പറഞ്ഞ കാര്യങ്ങൾ വൈറലാവുകയും ചെയ്തു. പുഷ്പ 2 ആ തകർപ്പൻ പാട്ടുണ്ടല്ലോ, കിസിക് സോങ്, അതിന്റെ ലോഞ്ചിനിടെയായിരുന്നു രശ്മികയുടെ പ്രതികരണം. റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള സംസാരത്തിനിടെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആളാണോ പുറത്തു നിന്നുള്ള ആളാണോ ലവർ എന്ന ചോദ്യത്തിന് എല്ലാവർക്കും தெரிஞ்ச വിഷയം എന്നാണ് രശ്മിക മറുപടി നൽകിയത്. ഈ ഉത്തരമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് എനിക്ക് അറിയാമെന്നും പൊട്ടിച്ചിരിച്ചുകൊണ്ട് രശ്മിക പറയുകയും ചെയ്തു. എന്തായാലും നമുക്ക് ഇവരുടെ ഈ പ്രണയത്തെക്കുറിച്ചും മാത്രമല്ല അവരുടെ വളർച്ചയുടെ പടവുകളെ കുറിച്ചും അറിയേണ്ടതുണ്ട്. ആനിമൽ, പുഷ്പ 1, പുഷ്പ 2 എന്നിങ്ങനെ കരിയറിലെ ഏറ്റവും നല്ല നാളുകളിലൂടെയാണ് രശ്മിക മന്ദാന കടന്നു പോകുന്നത്. ദക്ഷിണേന്ത്യൻ സിനിമയിൽ നിന്ന് പാൻ ഇന്ത്യൻ താരമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു ഇതിനകം അവർ. എന്നാൽ 2016 സിനിമയിലെത്തിയ രശ്മികയുടെ സിനിമാ യാത്ര ഒട്ടും സുഗമമായിരുന്നൊന്നുമില്ല. ഇപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന നായികമാരിൽ ഒരാളാണ് രശ്മിക. പുഷ്പ 2 അവർക്ക് ലഭിച്ചത് 10 കോടി രൂപയാണ് എന്നാണ് പറയപ്പെടുന്നത്. രക്ഷത് ഷെട്ടി നായകനായ കിരിക് പാർട്ടി ആയിരുന്നു അവരുടെ ആദ്യത്തെ സിനിമ. അത് ഹിറ്റായി. എങ്കിലും 2 വർഷത്തിന് ശേഷം ഇറങ്ങിയ തെലുഗു സിനിമ ഗീതാ ഗോവിന്ദം രശ്മികയ്ക്ക് ഏറെ പ്രശസ്തി നേടിക്കൊടുത്തു. വിജയ് ദേവരക്കൊണ്ട നായകനായ സിനിമ ആ വർഷത്തെ ഹിറ്റ് പടങ്ങളിൽ ഇടം പിടിക്കുകയും ചെയ്തു. 2021 പുറത്തിറങ്ങിയ പുഷ്പ ദ റൈസ് ആണ് രശ്മികയെ പാൻ ഇന്ത്യൻ താരമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. സിനിമ ഹിറ്റാവുകയും ചെയ്തു. തൊട്ടടുത്ത വർഷമാണ് ബോളിവുഡിലെ അരങ്ങേറ്റം. ആദ്യ പടം ഗുഡ് ബൈയിൽ അമിതാഭ് ബച്ചന്റെ മകളായിട്ടായിരുന്നു. 2023 രശ്മികയുടെ കരിയറിലെ വഴിത്തിരിവായ ആനിമൽ ഇറങ്ങുന്നത്. രൺബീർ കപൂർ നായകനായ സിനിമ ബോക്സ് ഓഫീസിൽ വമ്പൻ ഹിറ്റായി. 100 കോടിക്ക് ചിത്രീകരിച്ച സിനിമ തിരിച്ചു പിടിച്ചത് 900 കോടിയിലേറെയാണ്. രശ്മികയുടേതായി ഇനി പുറത്തിറങ്ങാനിരിക്കുന്നതും വലിയ ചിത്രങ്ങൾ തന്നെയാണ്. സൽമാൻ ഖാനൊപ്പം സിക്കന്ദർ, വിക്കി കൗശലിനൊപ്പമുള്ള ഛാവ, ധനുഷ് നായകനാകുന്ന കുബേര എന്നിവയാണ് അതിലുള്ളവ. കുടകിലാണ് രശ്മികയുടെ ജനനം. അച്ഛന് സ്വന്തമായൊരു കാപ്പിത്തോട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ കുടുംബത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾ പിടിമുറുക്കി. ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ അക്കാലം രശ്മിക പറയുന്നത് ഇങ്ങനെയാണ്: അച്ഛനും അമ്മയും വാടകയ്ക്ക് വീട് കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു പലപ്പോഴും. ഓരോ 2 മാസം കൂടുമ്പോഴും വീടുകൾ മാറേണ്ടി വന്നു. വീടിന് വാടക കൊടുക്കാനൊക്കെ അവർ വളരെ ബുദ്ധിമുട്ടി. എനിക്കൊരു കളിപ്പാട്ടം വാങ്ങാൻ പോലുമുള്ള പണം അവരുടെ കയ്യിൽ പലപ്പോഴും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും എൻ്റെ ആവശ്യങ്ങളൊന്നും അവർ നിരസിച്ചിരുന്നില്ല. അതുകൊണ്ടാകാം പണത്തിനെ ഞാൻ നന്നായി ബഹുമാനിക്കുന്നു. എനിക്ക് കിട്ടുന്ന സ്നേഹത്തെയും ആദരവിനെയും ഞാൻ ബഹുമാനിക്കുന്നു. ഇത് എന്നും ഉണ്ടാവില്ലെന്ന് എൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളിൽ നിന്ന് എനിക്കറിയാം. എന്തായാലും അത് വളരെ വിവേചന ബുദ്ധിയോടുകൂടി ഒരു കാര്യങ്ങൾ വിലയിരുത്തുന്ന ഒരുവളുടെ നിരീക്ഷണമായി തന്നെ ആ വാക്കുകളെ കാണേണ്ടിയും വരും. കോളേജ് പഠനകാലത്തെ സമയത്ത് മോഡലിംഗിലും രശ്മിക സജീവമായിരുന്നു. അതിലൂടെ സിനിമയിലേക്ക് എത്താമെന്നായിരുന്നു ചിന്ത. സിനിമയെന്ന കരിയർ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചപ്പോൾ മാതാപിതാക്കൾ ആദ്യം അതിന് സമ്മതിച്ചതുമില്ല. അതിനൊരു കാരണവുമുണ്ടെന്നാണ് രശ്മിക പറയുന്നത്. അതിന്റെ കാരണമായി അവർ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു തനിക്ക് എന്നാണ്. മറ്റു കുട്ടികൾക്കൊപ്പം ഇടപഴകാനോ കളിക്കാനോ എനിക്ക് കഴിയില്ലായിരുന്നു. അക്കാരണം കൊണ്ട് തന്നെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു. അന്നൊക്കെ മണിക്കൂറുകളോളം മുറിയിലിരുന്ന് കരയും. വിഷമങ്ങളെല്ലാം അമ്മയോട് തുറന്ന് പറയുകയും ചെയ്യും. അമ്മയാണ് അന്നൊക്കെ എന്നെ പിന്തുണച്ചത് എന്നാണ് അവർ പറയുന്നത്. പ്രശ്നങ്ങൾ ഒരുവിധം മറികടന്നപ്പോൾ സിനിമയ്ക്കായുള്ള ഓഡിഷനുകളിൽ പങ്കെടുത്തു തുടങ്ങി. അതെല്ലാം തന്നെ പരാജയപ്പെട്ടു. ചെറിയ അവസരം പോലും കിട്ടിയില്ല. ഒരു സിനിമാ നടിക്ക് ആവശ്യമായ മുഖമല്ല തൻ്റേത് എന്നായിരുന്നു പ്രധാനമായുള്ള ആക്ഷേപം. അതിനിടയിൽ ഒരു ഫാഷൻ ഷോയിൽ വച്ചാണ് കന്നഡ നടനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടി രശ്മികയെ കാണുന്നത്. ഋഷഭ് സംവിധാനം ചെയ്ത കിരിക് പാർട്ടിയിൽ നായികയാവാനുള്ള അവസരവും കിട്ടി.
ഹിറ്റ് സിനിമകളുടെ ഭാഗമാകുമ്പോഴും നിരന്തരം ട്രോളുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് രശ്മികയ്ക്ക്. അതിലേറെയും സ്വകാര്യ ജീവിതത്തിന്റെ പേരിലായിരുന്നു. ആദ്യ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ അതിലെ നായകൻ രക്ഷിത് ഷെട്ടിയുമായി പ്രണയത്തിലായി രശ്മിക. തൊട്ടടുത്ത വർഷം അവർ തങ്ങളുടെ വിവാഹ നിശ്ചയം നടത്തുകയും ചെയ്തതാണ്. എന്നാൽ 2018 തങ്ങൾ പിരിഞ്ഞതായി ഇരുവരും പ്രഖ്യാപിച്ചു. വാർത്ത പുറത്തു വന്നതോടെ കടുത്ത വിമർശനങ്ങൾക്ക് ഇരയാവുകയും ചെയ്തു രശ്മിക. അതേ സമയത്ത് തന്നെയാണ് വിജയ് ദേവരക്കൊണ്ടയുമായി രശ്മിക പ്രണയത്തിലാണെന്ന വാർത്തകൾ പരന്നത്. അതോടെ ആകെ നെഗറ്റീവ് ഇമേജായി രശ്മികയ്ക്ക്. പക്ഷേ അതൊക്കെ പക്വതയോടെ തന്നെ നേരിട്ടു. വീണ്ടും ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കുകയും ചെയ്തു. അടുത്തതായി ആനിമലിന്റെ ടീസർ ഇറങ്ങിയപ്പോഴാണ് ട്രോളുകൾ ഉണ്ടായത്. എന്തു തന്നെയായാലും രശ്മികയുടെ ജീവിത കഥ അത് എല്ലാവർക്കും ഒരു പ്രേരണയാണ്. തൻ്റെ മുഖം സിനിമയുടെ നായികയാകാൻ സാധിക്കുന്ന തരത്തിലുള്ളതല്ല, അതിനു പറ്റിയ ഒരു മുഖമല്ല തനിക്കുള്ളത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അവരിപ്പോൾ ഒരു പാൻ ഇന്ത്യൻ താരമായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു കമന്റ് പറഞ്ഞവർ പോലും ഒരുപക്ഷെ ഇപ്പോൾ രശ്മികയുടെ ഡേറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടാകാം.